ഹലോ നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ദീപാവലി. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടൊരു ദീപാവലി ഡെക്കറാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ക്രേപ്പ് പേപ്പർ വെച്ചിട്ടും ചെയ്യുന്നുണ്ട്. വൈറ്റ് കളറിലൊരു പ്ലാസ്റ്റിക് കവറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നീറ്റാക്കി വെച്ച് കൊടുക്കാം. ഇനി നീളത്തിലുള്ള ഒരു പോർഷനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി കട്ട് കിട്ടാനായിട്ട് ഞാനിതൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഈ മുകളിലും താഴെയുള്ള ഭാഗങ്ങളും കൂടി കട്ട് ചെയ്ത് ഒഴിവാക്കാനുണ്ട്. ഇനി ഇതൊന്ന് 4ആയിട്ട് മടക്കി കൊടുക്കാം. ഇതിൻ്റെ അകത്തൊരു സർക്കിൾ ഷേപ്പ് വരയ്ക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു അടപ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടൊരു സർക്കിൾ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇതൊന്ന് കറക്റ്റായിട്ട് നിൽക്കാനായിട്ട് സ്ട്രാപ്ലർ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സർക്കിൾ ഷേപ്പ് തന്നെ ഒരു കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ സർക്കിളിൻ്റെ ചുറ്റും ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് കട്ട് ചെയ്യണ്ട. സെൻറ്ററിൻ്റെ ഒരു അവിടെ എത്തുന്ന വരെ വേണ്ട, കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ കാണുമ്പോൾ എന്താ നമ്മൾ ചെയ്യാൻ പോകണമെന്നുള്ള ആർക്കും ഒരു ഐഡിയയും കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ നമ്മൾ ദിവാലി ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു ഫ്ലവറാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട്. ഏത് ഫ്ലവറാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണം. ഇനി ഇതിൻ്റെ ഓരോ ലെയേഴ്സും ഇതേപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു സർക്കിൾ ഷേപ്പ് കിട്ടും. ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും ഏതാ ഫ്ലവർ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചുകൂടി കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തതിന് കുറച്ച് ലേയേഴ്സ് കുറവായിരുന്നു, അതുകൊണ്ടാണ് അതൊന്നും കറക്റ്റായിട്ട് കിട്ടാഞ്ഞത്. പക്ഷേ എന്നാലും ഏകദേശം ഷേപ്പൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ആദ്യം ചെയ്തത് കുറച്ചുകൂടി ലേയേഴ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളിത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ലേയേഴ്സ് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ നേരത്തെ ചെയ്തതും സെയിം മെത്തേഡ് വെച്ചിട്ട് തന്നെയാണ്. ആ ഒരു സ്റ്റാപ്ലറിൻ്റെ പിന്നൊക്കെ കാണാം. എന്താ ഇതിൻ്റെ ഒറിജിനൽ ഫ്ലവേഴ്സ് ഞാൻ സൈഡിലായിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഓറഞ്ച് കളറിലുള്ളതോ അല്ലെങ്കിൽ യെല്ലോ കളറിലുള്ളതോ ആയിട്ടുള്ള കവറാണ് വേണ്ടത്. അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വൈറ്റ് കളറിൽ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് ക്രേപ്പ് പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓറഞ്ച് കളറിലുള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ നമുക്ക് കട്ട് കിട്ടാനായിട്ട് 3ആയിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇനി വീണ്ടും മടക്കാം. ഈ പേപ്പറിൽ ഒരു തുള്ളി വെള്ളമായിട്ടുണ്ടെങ്കിൽ തന്നെ അത് വല്ലാണ്ട് അറിയും. അതിൽ കാണുന്നുണ്ടാവും ആ ഒരു വെള്ളം അതിൻ്റെ ഡ്രോപ്സ്. അപ്പോൾ ഇതൊന്ന് മാക്സിമം ചെറുതാക്കിയിട്ട് തന്നെ മടക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, കുറേ ലെയേഴ്സ് ഇതേപോലെ തന്നെ വരണം. ഇനി ഒരു അടപ്പ് വെച്ചിട്ട് സർക്കിൾ വരച്ചു കൊടുക്കാം. ഈ സർക്കിൾ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതളുകളായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് സെൻറ്ററിൽ ഒന്ന് പിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. ഇനി ഇതിൽ ഓരോ ലെയേഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇതേപോലെ ഒന്നാക്കി കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ചെട്ടിപ്പൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ കറക്റ്റ് ആ ഒരു ഓറഞ്ച് കളർ കൂടി ആയതുകൊണ്ട് തന്നെ ശരിക്കും ഒരു ചെട്ടിപ്പൂവായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഇതേപോലെ തന്നെ ഒരു കുഞ്ഞ് ഫ്ലവർ കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ക്രേപ്പ് പേപ്പർ വെച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് സാധാരണ കളർ പേപ്പർ വെച്ചിട്ട് കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ യെല്ലോ കളറിലുള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ക്രേപ്പ് പേപ്പർ ഇല്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. കട്ട് കിട്ടാനായിട്ട് 2 എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ബാക്കിയെല്ലാം നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. സർക്കിൾ വരച്ചു, പിൻ ചെയ്തു, ആ ഒരു സർക്കിൾ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു പേപ്പർ വെച്ച് ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റ് ആ ഒരു പെർഫെക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതിലും ഭേദം എനിക്ക് തോന്നുന്നു ക്രേപ്പ് പേപ്പർ വെച്ച് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. ഏകദേശം ആ ഒരു ഷേപ്പും ലുക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടി അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു ഓറഞ്ച് കളറിൽ ചെയ്ത് തന്നെയാണ്. അപ്പം ആ ഒരു ക്രേപ്പ് പേപ്പർ ഇല്ലാത്തവർക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അതിലും ചീപ്പായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട്. പക്ഷേ ആ ഒരു 2 കളേഴ്സ് കിട്ടണം എന്നുള്ളത് മാത്രമേ ടാസ്ക് ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി പൂക്കൾ കടയിൽ നിന്ന് വാങ്ങിക്കാതെ തന്നെ നമുക്ക് ദീപാവലിക്ക് വീട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് നമുക്കിത് വീടിൻ്റെ ചുമരുമലൊക്കെ ഇങ്ങനെ തൂക്കിയിടാവുന്നതാണ്. അപ്പോൾ എന്തായാലും കാണാൻ അടിപൊളിയാണ്. കറക്റ്റ് ഒറിജിനൽ പോലെ തന്നെ തോന്നുന്നുണ്ട്. പൈസ മുടക്കി ഇനി പൂവൊന്നും വാങ്ങിക്കണ്ട, നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇതെല്ലാം. ഈ ഐഡിയ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.